പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദ്യരായ വൈദിക സഹോദരന്മാരെ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 49ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസയരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ഭാരയ്ക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് അനേകം ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ ഉള്ള ഒരു ഉപമയാണ് പുളിമാവിൻ്റെ ഉപമ. മത്തായി 13:33 3 മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് ദൈവരാജ്യം. അതുതന്നെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മളെ സംബന്ധിച്ച് പുളിമാവിൻ്റെ ഉപമ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അത് ഓരോ വീട്ടമ്മയ്ക്കും ഓരോ കുഞ്ഞിനും മനസ്സിലാകുന്ന ഉപമയാണ്. ഈ പുളിമാവിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ 3 വാക്കുകൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ദ ആക്ഷൻ ഓഫ് ദ ഈസ്റ്റ് ഈസ് സ്ലോ, സൈലന്റ് ആൻഡ് സീക്രട്ട്. അത് വളരെ സാവധാനമാണ് പ്രവർത്തിക്കുക, നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുക, അത് രഹസ്യാത്മകമായിട്ടാണ് പ്രവർത്തിക്കുക. ദാറ്റ് ഈസ് വർക്കിംഗ് ഫ്രം ഇൻസൈഡ് ഔട്ട്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് പുറത്തോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് പൊന്തി വരുന്നത്. സ്ലോ, സൈലന്റ് ആൻഡ് സീക്രട്ട് ആണ് ഇതിൻ്റെ ആക്ഷനെങ്കിലും its effects are evident and pervasive. അതിൻ്റെ മാവിൻ്റെ ഓരോ അണുവിനെയും അത് ഉള്ളിൽ നിന്ന് പുളിപ്പിക്കുന്നു. അതിൻ്റെ ഫലം എല്ലാവർക്കും വ്യക്തമാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് പുളിച്ച് പൊന്തുവാൻ തുടങ്ങും. കർത്താവായ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗുണപരമായ പുളിമാവിൻ്റെ ആ
പ്രവർത്തനത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ഒരാൾ ക്രിസ്ത്യാനിയായാൽ, സത്യക്രിസ്ത്യാനിയായാൽ, അയാൾ അതിന് ചുറ്റുപാടുള്ളവരെ എല്ലാവരെയും തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട്, ജീവിതത്തിൻ്റെ പുളിമാവ് കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ പുളിമാവിൻ്റെ നിഷേധാത്മകമായ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് കർത്താവായ യേശു അടിവരയിട്ട് പറയുന്നത്. അതിൻ്റെ ഒരു സന്ദർഭം, ഗലീലക്കടൽ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് കടക്കാൻ 3-4 മണിക്കൂർ തുഴയണം. അപ്പോൾ ഈ തുഴയുന്ന സമയത്താണ് യേശു തൻ്റെ ശിഷ്യരോട് ഈ പുളിമാവിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ശിഷ്യന്മാർ ആദ്യം വിചാരിച്ചത്, നമ്മൾ അപ്പം എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഗുരു രഹസ്യാത്മകമായിട്ട് നമുക്കൊരു കൊട്ടു തരികയാണ് എന്നാണ് അവരാദ്യം ചിന്തിച്ചത്. എന്നാൽ കർത്താവ് അവരെ വിളിക്കുന്നത് അവിശ്വാസികളെ എന്നാണ്. കാരണം അവർ ജീവിതത്തിൽ കണ്ടതും അനുഭവിച്ചതും ഒന്നും അവർ പാഠമാക്കിയിട്ടില്ല. ഈ 12 സ്ലീഹന്മാർക്ക് ഒരു 3-4 ചപ്പാത്തി വെച്ച് ആവശ്യം വന്നാൽ ഇത്രയേ ഉള്ളൂ. കർത്താവ് ചോദിക്കുന്നു, ഞാൻ 5000 പുരുഷന്മാർക്ക് വേണ്ടി, പറയുമ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അന്ന് കണക്കിൽ കൂട്ടുക സാധാരണമല്ലായിരുന്നു. അതുകൊണ്ട് 5000 പുരുഷന്മാർക്ക് 5 അപ്പം കൊണ്ട് ഞാൻ അപ്പം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര കുട്ട ബാക്കിയെടുത്തു? അതുപോലെ 7 അപ്പം കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയിട്ട് നിങ്ങൾ എത്ര കുട്ട ബാക്കിയെടുത്തു? ഈ ബാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മോർ ദാൻ സഫിഷ്യൻ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ മിശിഹ ആണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു അവരെ അവിശ്വാസികൾ എന്ന് വിളിച്ചത്. കർത്താവ് അതിനുശേഷം ഒന്നുകൂടി അവരെ, മന്ദബുദ്ധികളായിരുന്ന ഈ പാർട്ടികളെ ഒന്നുകൂടെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും ഫരിസയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുകയും. ഇത് മർക്കോസ് 8:15 ഇതിന് സമാനമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവിടെ ഈ വേദഭാഗത്ത് പ്രീശരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയുമെങ്കിൽ, അതിന് സമാനമായ മർക്കോസിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്തു, ഫരിസയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുകയും. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 1 കോറിന്തി 5:11 സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. എന്താണ് കാരണം പാടില്ലാത്തത്? നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, കാരണം അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. പൗലോസ്ലീഹ പറഞ്ഞു, ഈ ലോകം മുഴുവൻ കൂടി നമ്മൾ എടുത്തു നോക്കിയാൽ അസന്മാർഗികളും മദ്യപരും വിഗ്രഹാരാധകരും ഒക്കെ ധാരാളം കാണും. അവരെ എല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പ്രത്യേകം എടുത്തു പറഞ്ഞു, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ
ഇതുപോലെയുള്ള പാപങ്ങളിൽ അസന്മാർഗീയതയിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കമ്പനി വിടണം. ഇവിടെ ഫരിസയരെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ജാഗ്രതയോടെ ഇരിക്കണം എന്ന് യേശു പറഞ്ഞത്? ലൂക്ക 12:1 ഫരിസയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഫരിസയരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു മിശിഹ പറയുന്നത് അവരുടെ കപടതയെക്കുറിച്ച്. പുറത്തുനിന്ന് അകത്തൊന്ന്. ഇംഗ്ലീഷിൽ ഹിപ്പോക്രൈറ്റ് എന്ന് പറയാറുണ്ട്. അത് ഗ്രീക്കിലെ ഹിപ്പോക്രിത്തേസ്. ഗ്രീക്ക് നാടകങ്ങളിലും റോമൻ നാടകങ്ങളിലും മുഖം മൂടി ധരിച്ച് നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഹിപ്പോക്രിത്തേസ്. അവര് മുഖം മൂടി വെച്ച് അവരുടെ സ്വന്തം മുഖം മറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരു മെഗാഫോൺ, പഴയ രീതിയിലുള്ളൊരു മെഗാഫോൺ, അതും ഈ മുഖം മൂടിക്കകത്ത് ഒളിച്ചു വെക്കും. അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യൻ്റെ മുഖമോ സ്വരമോ ഈ നാടകത്തിൽ പുറത്ത് കേൾക്കുകയില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് ഹിപ്പോക്രൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ഉദ്ദേശിക്കും. ഫരിസയര് അതൊരു പ്രത്യേക ഗ്രൂപ്പാണ്. സദൂക്കാർ വേറൊരു ഗ്രൂപ്പ്, എസ്സീൻസ് വേറൊരു ഗ്രൂപ്പ്. ഇവരെല്ലാം ഓരോ റിലീജിയസ് പാർട്ടീസ് ആയിരുന്നു, യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഫരിസയരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവര് ദൈവത്തിൻ്റെ കൽപ്പനകൾ കൂടാതെ മാനുഷികമായ റബ്ബിമാരുടെ ഉപദേശങ്ങൾ ഈ നിയമസംഹിതയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു മനുഷ്യൻ അനുസരിക്കേണ്ട നിയമങ്ങൾ മൊത്തം 613. നമുക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പനകൾ 10, പക്ഷേ യഹൂദന്മാര് അനുസരിക്കാനായിട്ട് അവരാവശ്യപ്പെട്ടിരുന്നത് 613 കൽപ്പനകളാണ്. കർത്താവ് ഫരിസയരുമായിട്ടുള്ള വാഗ്വാദത്തിൽ പറയുന്നു, നിങ്ങൾ മനുഷ്യൻ്റെ തോളിൽ എടുക്കാൻ വയ്യാത്ത ഭാരം കെട്ടിവയ്ക്കും, എന്നാൽ അവരെ ഒരു വിരൽ കൊണ്ട് പോലും സഹായിക്കുവാൻ നിങ്ങൾ ഒരുമ്പെടുന്നില്ല. കർത്താവ് അവരുടെ സ്വഭാവ രീതികളെല്ലാം വിവരിക്കുന്നുണ്ട്. നിങ്ങൾ അരപ്പട്ടയ്ക്ക് വീതി കൂട്ടുകയും തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ദാനധർമ്മം നടത്തുമ്പോൾ കാഹളം മുഴക്കുന്നു. സർവരുടെയും ശ്രദ്ധ ആകർഷിച്ച ശേഷമാണ് ഒരു പാവപ്പെട്ടവന് നിങ്ങളൊരു തുട്ടിട്ട് കൊടുക്കുന്നത്. എല്ലാവരും നിങ്ങളെ കാണണമെന്നും അംഗീകരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. വിരുന്നുകളിൽ നിങ്ങൾ പ്രധാന പീഠങ്ങളും അഗ്രാസനങ്ങളും കൈവശമാക്കുന്നു. നിങ്ങൾ അനേകരെ ഈ മതത്തിൽ ചേർക്കാനായിട്ട് പരിശ്രമിക്കുന്നു, പ്രൊസലറ്റൈസേഷൻ. എന്നാൽ അവരെ ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്താൽ അവര് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ നിങ്ങളുടെ കമ്പനിയിൽ മോശമാകുന്നു. ചീരയുടെയും ചതകുപ്പയുടെയും ഒക്കെ ദശാംശം കൊടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളായ നീതി, കരുണ, വിശ്വസ്തത എന്നീ കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കുന്നു. ഇവിടെ കർത്താവ് എടുത്തു പറയുന്നത് അപ്രധാനമായ മാനുഷിക കൽപ്പനകള്, മാമൂലുകള്, പാരമ്പര്യങ്ങള്, ഇവയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും ദൈവത്തിൻ്റെ കൽപ്പനയുടെ സത്തയും സാരാംശവുമായ സ്നേഹം, കാരുണ്യം, നീതി, വിശ്വസ്തത ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെ അപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനവും നിങ്ങൾ നൽകുന്നു. അപ്പോൾ ഇവര് they were externally very upright people. ഒരു നിയമവും പുറമേ ലംഘിക്കുന്നതായിട്ട് ആർക്കും അവരെ കണ്ടുപിടിക്കാൻ കുറ്റം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. നമ്മൾ സെമിത്തേരിയിൽ പോയി നോക്കിയാൽ നല്ല മനോഹരമായ
ഗ്രാനൈറ്റോ വെള്ള മാർബിളോ ഒക്കെ ഇട്ട ശവകുടീരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടാൽ വളരെ മനോഹരം. പക്ഷേ അതിൻ്റെ ഉള്ളിലോ എല്ലാവിധമായ മാലിന്യങ്ങളും നിറഞ്ഞ ഒരു സ്ഥലം. യേശു പറഞ്ഞു, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. അങ്ങനെ യേശു ഫരിസയരെ വളരെയധികം ദുഷിക്കുന്നുണ്ടെങ്കിലും, ദുഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ യഥാർത്ഥമായ മുഖം യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നു എങ്കിലും, ഫരിസയർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അവര് ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ മരിച്ചാൽ ഉയർക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ വേറൊരു ഗ്രൂപ്പായിരുന്നു സദൂക്കായർ. അവരുടെ പ്രത്യേകത, അവരെ അതായത് മോശയുടെ കൽപ്പനകളിൽ മാത്രമേ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ. മനുഷ്യനിർമ്മിതമായ നിയമങ്ങളൊന്നും അവരനുസരിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ച് മനുഷ്യൻ മരിച്ചാൽ അതോടെ തീർന്നു, പിന്നെ പുനരുത്ഥാനം ഇല്ല. അവരെ സംബന്ധിച്ച് അതാത് സമയം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊളോണിയൽ ഭരണകർത്താക്കളോട് പരമാവധി സഹകരിച്ച് അവരിൽ നിന്ന് നേട്ടമുണ്ടാക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. ഗ്രീക്കുകാർ ഭരിച്ചിരുന്നപ്പോൾ ഗ്രീക്ക് ആചാരങ്ങളും മര്യാദകളും ഒക്കെ അവർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് മക്കബയരുടെ കാലത്ത് ദേശം BC 165 കാലത്ത് ഗ്രീക്കുകാരാണ് ഭരിച്ചിരുന്നത്. ഗ്രീക്കുകാർ നടപ്പാക്കിയ പല സംഗതികളുണ്ട്. അവരുടെ ദേവന്മാരുടെയും ദേവികളുടെയൊക്കെ പ്രതിഷ്ഠകൾ, അതുപോലെ ഗിംനാസിയം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഫിസിക്കൽ എക്സസൈസ് നടത്തുമ്പോൾ നഗ്നരായിട്ടാണ് അവർ പരിശീലനങ്ങൾ നടത്തിയിരുന്നത്. അത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായി. നഗ്നത പ്രദർശിപ്പിക്കുക അത് യഹൂദർക്ക് ഹറാം, നിഷിദ്ധമായിരുന്നു. എന്നാൽ ഇതുപോലുള്ള ഫോറിൻ കസ്റ്റംസ് എല്ലാം സദൂക്കായർ അനുകൂലിച്ചിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പുകളെയും, കാരണം ഇവരൊക്കെ സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്, പണക്കാരാണ്, മാന്യന്മാരാണ്. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. ഹെറഡിൻ്റെ അല്ലെങ്കിൽ ഹെറോദേസിൻ്റെ പുളിമാവ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഉപദേശം കടന്നു വന്നത്? കാരണം ഹെറോദേസ് ഒരു റിലീജിയസ് പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം റോമൻ ഭരണാധികാരിയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? നമ്മുടെ കർത്താവിൻ്റെ കസിൻ ആയിരുന്ന സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം നടത്തിയത് ഹെറോദേസ് ആന്തിപ്പാസ് എന്ന രാജാവാണ്. പല ഹെറോദേസുമാരെ യേശുവിൻ്റെ ഏതാണ്ട് 33 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്നു. ഹെറഡ് ദ ഗ്രേറ്റ്, അദ്ദേഹമാണ് ദൈവാലയവും അതുപോലുള്ള വലിയ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുള്ളത്. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. 2000 വർഷത്തിന് ശേഷവും ഹെറഡ് ദ ഗ്രേറ്റ് നടത്തിയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, അതേ ഒരു വലിയ മനുഷ്യൻ തന്നെയായിരുന്നു, യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഹെറോദേസ് അർക്കലാവോസ്, യേശുവിൻ്റെ ജനന സമയത്തുണ്ടായിരുന്ന ഒരു ഹെറോദേസ്, അതിനുശേഷം കർത്താവിൻ്റെ മരണസമയത്ത് ഹെറോദേസ് രാജാവിൻ്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ രാജാവാണ് ഹെറഡ് ആന്തിപ്പാസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം റോമൻ ലോ, നമുക്കറിയാവുന്ന പോലെ റോമൻ ലോ ലോകത്തിലെ മൊത്തം ലോയുടെ മുഴുവൻ അടിസ്ഥാനമാണ്. അത്ര വിശദമായിട്ടുള്ള നിയമസംഹിത റോമക്കാർക്കുണ്ടായിരുന്നു. ഇത്
അണുവിട വ്യത്യാസമില്ലാതെ അനുസരിക്കാൻ അദ്ദേഹം പ്രജകളോട് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും. അതേസമയം ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ധാർമ്മിക നിയമം ഒക്കെ പാലിക്കുന്നതിൽ ഈ ഹെറോദേസ് വളരെയധികം ലാക്സിറ്റി കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. തൻ്റെ സഹോദരനായിരുന്ന ഫിലിപ്പ് ദ ടെട്രാക്ക്, ഭരണാധികാരിയായ ഫിലിപ്പ് എന്ന ഹെറോദേസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇയാൾ തട്ടിയെടുത്തു. സഹോദരൻ്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് അന്ന് പ്രവാചകനായിരുന്ന സ്നാപക യോഹന്നാൻ ഈ ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിൽ നീരസം പൂണ്ട ഹെറോദേസ്, നമുക്കറിയാം, പിന്നീട് ഈ ഹെറോദിയ എന്ന പുതിയ രാജ്ഞിയുടെ മകള് നൃത്തം ചെയ്യുകയും വിരുന്നിൽ നൃത്തം ചെയ്യുകയും അത് പകുതി മദ്യപനായി ഇരുന്ന ഹെറോദേസ് അതിൽ സംപ്രീതനായിട്ട് പറഞ്ഞു, നീ എന്നോട് എന്നാ ചോദിച്ചാൽ, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാൽ പോലും നിനക്ക് ഞാനത് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോയി അമ്മയോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? അപ്പോൾ അമ്മയ്ക്കറിയാം ഈ ബന്ധത്തിന് എതിര് നിൽക്കുന്ന പ്രവാചകനെ നീക്കം ചെയ്താൽ നമ്മുടെ കാര്യം സ്വസ്ഥമാവും. അതുകൊണ്ട് അവൻ്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടുക. അനേകം വിരുന്നുകാരുടെ മധ്യത്തിൽ വെച്ച് പറഞ്ഞ വാക്ക് നിഷേധിക്കാൻ പാടില്ലാഞ്ഞ കാരണം അദ്ദേഹത്തിന് പ്രവാചകനെ പേടിയുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വാക്കിന് വേണ്ടിയിട്ട് അയാൾ കാരാഗ്രഹത്തിൽ കിടന്ന സ്നാപകയോഹന്നാൻ്റെ ശിരസ് ഛേദിച്ച് ഒരു താലത്തിൽ കൊണ്ടുവരുവാൻ പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു. അവരപ്രകാരം ചെയ്തു. അങ്ങനെ സിവിൽ ലോ അനുസരിക്കുന്നതിൽ അങ്ങേയറ്റം കാർക്കശ്യവും അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളായ നീ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, കൊലപാതകം ചെയ്യരുത് എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹെറോദേസിൽ യേശു കണ്ട ഏറ്റവും വലിയ പുളിമാവ് എന്ന് പറയുന്നത്. ഈ സദുക്കായരും ഫരിസയരും പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്ന രണ്ട് റിലീജിയസ് പാർട്ടീസ് ആണെങ്കിൽ പോലും ഒരു കാര്യത്തിൽ അവരൊരുമിച്ചു. അവർ യേശുവിനെ മിശിഹായിട്ട് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, യേശു ജീവിച്ചിരിക്കുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയവർ, കാരണം അവരെ വെല്ലുവിളിക്കാൻ ഒരു പ്രവാചകൻ കടന്നു വന്നു, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നതിൽ അവർ എഗ്രി ചെയ്തു. അതുകൊണ്ട് അവരനേകം ചോദ്യങ്ങൾ ചോദിക്കുക, അടയാളങ്ങൾ ചോദിക്കുക, യേശുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ട് നോക്കുക, അവനെ മരണത്തിന് വിധിക്കുക. ഈ കാര്യങ്ങളിൽ ഈ രണ്ട് പാർട്ടികളും എഗ്രി ചെയ്തു. അതിനാൽ യേശു പറഞ്ഞു, ഇവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് 2000 വർഷം മുമ്പിലത്തെ കാര്യമാണ്. നമ്മൾ ഇന്ന് ഇതുപോലെ ഫരീസയരും സദൂക്കായരും ഒക്കെ ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 10 സ്ലീഹന്മാരെ വിളിച്ച് ഒരു കാര്യം അവരെ ഉപദേശിക്കുന്നുണ്ട്. സുറിയാനി ഭാഷയിൽ ഈ വേദഭാഗം നമ്മുടെ ഷീമോ നമസ്കാരത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ 1-2 ലൈൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പാടുന്നത്, നാഥൻ സ്ലീഹന്മാരെ വിളിച്ചരുൾ ചെയ്തേവം പുറജാതികൾ വഴി പൊയ്ക്കൂടാ, ശമ്രായർ തൻ ഉപദേശം കൈവെടിയണം, ശബ്ദമതാമുപദേശത്തെ ഹാലേലുയ്യ പിൻചെല്ലരുത്. ഈ വിവർത്തനം ശരിയല്ല.
എന്ന് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. ക്രൊളഹൂൻ മോറാൻ ലഷ്ലിഹൗ ഊഫാക്കേദേനുൻ. Our Lord called the apostles and commanded them. Burahad hanpe lo telun. You shall not walk in the way of the unbelievers. Labes shamroye lo telun. You shall not draw near to the teachings of you shall not enter into the house of the Samaritans. Wal yulfanahun the prishe lo tet karbun. You shall not draw near to the teaching of the Pharisees. Kil yulfanahun. Their teachings are cursed. ശപിക്കപ്പെട്ടതാവും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്യമായി വിട്ടുപോയത്. പ്രീശന്മാരുടെ ഉപദേശത്തിൽ നിന്ന് ഉപദേശത്തെ നിങ്ങൾ കൈവെടിയണം, അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കരുത് എന്ന ആ ലൈൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫരിസയന്മാരും സദുക്കന്മാരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഉണ്ട്. ദൈവ നിയമങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യ നിയമങ്ങൾക്ക് കൊടുക്കുക. ശകുനം നോക്കുക, മുഹൂർത്തം നോക്കുക, പെണ്ണ് വലതുകാല് വെച്ച് വീട്ടിലോട്ട് കയറാവൂ എന്ന് നിർബന്ധിക്കുക. ചെറുക്കം മിന്നു കെട്ടുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ആ കെട്ടൊക്കെ പഴയ മാമൂലനുസരിച്ച് ചെയ്യണം എന്ന് നിർബന്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക. എന്നാൽ പെണ്ണും ചെറുക്കനും രാവിലെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് കല്യാണം നടത്തണമെന്നുള്ള പറയാൻ ആരുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യ 10-നും 10:30 ഇടയ്ക്ക് കല്യാണം നടത്താവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ മുഹൂർത്തം. നമ്മൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും നില നോക്കിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ധാരാളം ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ പരക്കുന്നുണ്ട്. സഭയ്ക്ക്, ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ തന്നെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ, സെക്സ് എന്നവരെ നമ്മൾ വിളിക്കും, സഭാവിഭാഗങ്ങൾ, അവരെ ഓരോരുത്തർക്ക് അവരവരുടെ പഠനങ്ങളുണ്ട്. അക്രൈസ്തവര് നമ്മുടെ സമൂഹത്തിൽ കയറി പല പുതിയ പഠനങ്ങൾ, യേശുക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ പാറക്കലേത്ത എന്ന് പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിൽ സ്വയം പ്രവാചകനായിട്ട് പ്രഖ്യാപിച്ച ഒരാളാണ്. അതുകൊണ്ട് പാറക്കലേത്ത ഇവിടെ കിടക്കുന്നു, ആ പ്രവാചകൻ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ ഉപദേശങ്ങളുമായിട്ട് സമൂഹ മധ്യത്തിലേക്ക് വരികയാണ്. നമ്മളെ സംബന്ധിച്ച് യേശു ഫരീസയന്മാർക്ക് എതിരായിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല, നിങ്ങൾ എന്നെയോ എന്നെ അയച്ച പിതാവിനെയോ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. അപ്പോൾ ദൈവപുത്രനും തന്നെ ഒരാളോട് നിന്നിൽ ദൈവസ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റേണലി കണ്ടംപ്റ്റ് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവസ്നേഹമില്ലാത്ത, ദൈവിക കാരുണ്യമില്ലാത്ത, നീതിയില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം ദൈവിക ജീവനിൽ നിന്ന് നമ്മളെ അന്യരാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നല്ല മനുഷ്യരുമായിട്ടുള്ള സംസർഗം നമുക്ക് ഗുണം ചെയ്യും. നമ്മൾ ഒരു മലയാളം പദ്യത്തിൽ പാടാറുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അതുകൊണ്ട് മുല്ലപ്പൂമ്പൊടി വീഴുന്ന കല്ലിന് പോലും ഒരു സൗരഭ്യം ഉണ്ടാകും
എന്ന് കവി പാടിയപ്പോൾ നല്ല മനുഷ്യരോടുള്ള സംസർഗം നമ്മളെ നന്മയിലേക്ക് നയിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഉപദേശം കൂടി അക്കൂട്ടത്തിലുണ്ട്. നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും നമ്മളെ ഉപദേശിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷിൽ അത് ശരിയല്ല, വാട്ട് യു ആർ എന്നുള്ളത് ശരി. ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് യു ആർ. നീ ഏത് തരത്തിലുള്ള മനുഷ്യനാണ് എന്ന് ഞാൻ പറയാം, നിൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് എന്നോട് പറയാം. കാരണം നമ്മളുടെ ഇടയിൽ പിയർ ഗ്രൂപ്പ്സിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. മാതാവും പിതാവും പറയുന്നതിനേക്കാൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു യുവാവായിരിക്കുന്ന യുവതിയായിരിക്കുന്ന സന്ദർഭത്തിൽ കൂട്ടുകാർ പറയുന്നതാണ് മാതാപിതാക്കന്മാർ അധ്യാപകർ പറയുന്നതിനേക്കാൾ കൂടുതൽ വില കൊടുക്കും. അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിർത്തട്ടെ. കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് സൂക്ഷിക്കാൻ പറയുന്നു. അത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്. വിയറ്റ്നാം വെറ്ററൻ, വിയറ്റ്നാം യുദ്ധത്തിൽ ദീർഘനാൾ പങ്കെടുത്ത ഒരു പട്ടാളക്കാരനെ ഞാനൊരു ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി. അയാൾ സംസാരപ്രിയനായിരുന്നുകൊണ്ട് ഞങ്ങൾ കുറേ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 10 വർഷം ഞാൻ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്ത ആളാണ്. എങ്ങനെയാണ് അമേരിക്കക്കാരുടെ ഈ യുദ്ധം തോറ്റുപോയത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതൊരു പ്രോക്സി വാർ. വിയറ്റ്നാം ഒരു കൊച്ചു രാജ്യമാണ്, അവർക്ക് അമേരിക്കയോട് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയൊന്നുമില്ല. ചൈന ആണ് പ്രോക്സി വാർ നടത്തിയത്. ചൈന എന്ത് ചെയ്തു? ചൈന ഈ വനങ്ങളിലൊക്കെ തമ്പടിച്ചിരുന്ന പട്ടാളക്കാരുടെ ഇഷ്ടം പോലെ മയക്കുമരുന്ന് കൊടുക്കാൻ തുടങ്ങി, ഫ്രീ ആയിട്ട്. അവിടെ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് ആളുണ്ടായിരുന്നു. അങ്ങനെ ഈ യുദ്ധവീരന്മാരായിരുന്ന പട്ടാളക്കാരെ മുഴുവൻ അവർ മയക്കുമരുന്ന് കൊടുത്ത് നിർവീര്യരാക്കി. അപ്പോൾ അയാൾ പറയാണ്, ഞങ്ങൾക്കൊന്നും എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷേ അലാറം വെച്ച് പാതിരാത്രിക്ക് 2 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ എല്ലാവരും ഇറങ്ങി കാട്ടിലേക്ക് ഇങ്ങനെ വട്ടം വെടിവെക്കും. എന്നിട്ട് വെടിവെച്ചിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ യുദ്ധവീര്യമൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു. ഞങ്ങൾക്ക് നേരെ നിൽക്കാനോ ചിന്തിക്കാനോ തോക്ക് പിടിച്ചാൽ ഉന്നം പിടിക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ചൈന ഞങ്ങളെ തോൽപ്പിച്ചത് മയക്കുമരുന്ന് നൽകിയ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ ആരോഗ്യം മൊത്തം പോയി, നേർവ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ ഞാൻ കണ്ടത്. ഈ ഒരു സംഭവം കേട്ട് കഴിയുമ്പോഴാണ് 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് മിനിഞ്ഞാന്ന് ഇവിടെ പിടിച്ചെന്ന് പത്രത്തിൽ കണ്ടത്. എത്ര കോടിക്കണക്കിന് ചെറുപ്പക്കാരെ നിർവീര്യരാക്കാനായിട്ട് ഇത് മതി എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മളെ സംബന്ധിച്ച് സദൂക്കാരുടെയും ഫരിസേയരുടെയും പുളിമാവ് മാത്രമല്ല, നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ പുളിമാവിനെ കുറിച്ച് ശ്രദ്ധ വേണം എന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത്. ഈ 28-ാം തീയതി തിരുവല്ല രൂപതയുടെ 3ാമത്തെ മെത്രാനായിരുന്ന മാർ അത്തനാസ്യോസ് തിരുമേനി കാലം ചെയ്തതിൻ്റെ ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വാധീനം നമ്മുടെ മലങ്കര സഭയിൽ ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമത്തിലുള്ള നിഷ്ഠ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ പുണ്യപിതാവിനെ നമുക്ക് സ്നേഹപൂർവ്വം ഓർമ്മിക്കാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.